ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കഞ്ഞിയൊക്കെ വെക്കാൻ ഉപയോഗിക്കുന്ന പൊടിയരി വെച്ചിട്ട് എങ്ങനെ ഒരു സോഫ്റ്റ് കിണ്ണത്തപ്പം തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി 1 കപ്പ് പൊടിയരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 കപ്പ് എന്ന് പറയുമ്പോൾ 250 ml ആണ് എടുത്തേക്കുന്നത്. ഇത് 2 മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം വെള്ളം വാർന്നെടുത്ത പൊടിയരിയാണ്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ്, 2 ഏലക്ക, 1/2 കപ്പ് രണ്ടാം പാല്. ഇത് 1 കപ്പ് തേങ്ങയിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ആദ്യം 1-ാം പാലെടുത്തു, വീണ്ടും 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 2-ാം പാലെടുത്ത് 1-ാം പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. മാറ്റി വെച്ചിരുന്ന 1-ാം പാൽ കൂടി ചേർത്തിട്ട് നല്ലതായിട്ട് തരിയില്ലാതെ ഒന്ന് അരിച്ചെടുക്കണം. ഒട്ടും തന്നെ തരി കാണാൻ പാടില്ല. ഒരു 2-3 പ്രാവശ്യം ഇതേപോലെ അരിച്ചെടുത്താൽ നമ്മുടെ കിണ്ണത്തപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നെയ്യ് പുരട്ടിയ ഒരു പ്ലേറ്റിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. നേരത്തെ അല്പം നെയ്യിൽ ഏത്തപ്പഴവും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഞാനൊന്ന് വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇത് എൻ്റെ കുട്ടികൾക്ക് കടിക്കാൻ കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഒരു സ്റ്റീമർ അടുപ്പിലോട്ട് വെച്ചിട്ട് ഇത് അതിലേക്ക് ഇറക്കി വെച്ച് ഒരു 20 മിനിറ്റ് സമയം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ആവി വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഞാനൊരു അടപ്പ് കൂടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 20 മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കിണ്ണത്തപ്പമൊക്കെ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രമാത്രം സോഫ്റ്റ് ആണെന്ന്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.